ആടാ ഞാൻ പുറത്തുണ്ട്. ആ ഓക്കെ. ആ നീ റെഡി ആയാ? അതെന്താ, ഞാൻ നിന്നെ പോലാണോ? ഓ ഇപ്പം അങ്ങനെയായില്ലേ? ആ അങ്ങനൊക്കെ ആയി. എടാ ആ നമ്മളിനി എപ്പോൾ അവിടെ എത്താനാ? നമ്മൾ നേരം വിളിക്കുമ്പോൾ എത്തുമായിരിക്കും. ഒരു 6-6:30 എത്തുമോ? അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് എത്തും. എത്തിയാൽ മതി. ആ എത്തും. നീ എന്താടാ ആലോചിക്കുന്നത്? ഒന്നുമില്ലടാ, കുറേ നാളായാലും കണ്ടിട്ട്. ആ ഇനിയിപ്പോൾ എന്താടാ, നമ്മൾ അങ്ങോട്ട് തന്നെയല്ലേ പോണത്. നിനക്കതൊക്കെ പറയാം, എനിക്കറിയാവുന്നല്ലേ. കോളേജിൽ വന്നേ പിന്നെ അവിടെ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ ഒന്നിച്ചല്ലേ ഉണ്ടായിരുന്നു. നീ ഉണ്ടായിരുന്നല്ലേ ഞങ്ങളുടെ കൂടെ. ഓരോ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാടാ. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്തവണ നേരം വെളുക്കുന്നതിന് മുന്നേ പോണത്. നമ്മളായിരിക്കും അവിടെ ആദ്യത്തുന്നത്. അപ്പം തന്നെ അവൾ ഹാപ്പി ആയിരിക്കും. നീ വണ്ടി ഓടിക്കും. റയിച്ചു എടാ എന്തുവാണ് അങ്ങനെ പറഞ്ഞ? എങ്ങനെ നിന്നെ കാണാൻ വേണ്ടി മാത്രമല്ല ചേട്ടൻ ഇത്രയും ദൂരം വന്നു. ചേട്ടനോ? ആ അതേത് വകയില്? നെല്ലിമറ്റത്ത് വർഗീസിന് മകൾ റീച്ചൽ മേരി വർഗീസിനെ മിന്നു കെട്ടിയ വകയിൽ. അയ്യടാ, അതിങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി കേട്ടാ. എവിടെ വേണേ പോയി പറയാം. പറ്റില്ല പറഞ്ഞോ, ഞാൻ വേറെ ആളെ നോക്കിയോളാം. എന്നാലേ അന്ന് ഭിത്തിയിലായിരിക്കും കേട്ടാ. ആയിക്കോട്ടെ. പറയടേ. നീ ആ മല കണ്ടോ? ആകാശം മുട്ടി നിൽക്കുന്ന മല. അതിൻ്റെ ഏറ്റവും മേളിൽ നമുക്ക് കുഞ്ഞു വീട് വയ്ക്കണം. അവിടെ നീ ഞാനും മാത്രം. സന്ധ്യ കഴിയുമ്പോൾ നല്ല കട്ടക്കോടെ ഇറങ്ങി അവിടെ വെച്ചാ നമ്മൾ സ്വപ്നം കണ്ട രാത്രി. എന്ത് രസമായിരിക്കുമല്ലേ? പിന്നെ അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇത്രയും നാളും കാത്തിരുന്നത്. അതിരാവിലെ ആദ്യത്തെ വെട്ടം വന്ന് നമ്മുടെ ജനലിൽ മുട്ടുമ്പോൾ ഞാൻ നിന്നെയും കെട്ടിപ്പിടിച്ച് വീണ്ടും കിടക്കും. പോടാ. അല്ല, അവനവിടെ? അവനവിടെ കാറിലുണ്ട്. അവൻ ഇപ്പോഴും ഒരു മാറ്റമില്ലല്ലോ. ആ നമ്മുടെ സ്വർഗത്തിൽ കട്ടുമ്പോണ്ടെന്നായിരുന്നു മാറിയിരിക്കുമായിരിക്കും. എങ്ങനെ ഉണ്ടടി നിനക്കിവിടെ? എല്ലാവരെയും മിസ് ചെയ്യും. ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു ഒറ്റപ്പെടല. പിന്നെ അമ്മച്ചിയും അപ്പയും കുഞ്ഞാനും ഇടയ്ക്ക് കാണാൻ വരും. അതാകെയുള്ളൊരാശ്വാസം. ചിലപ്പോൾ ഞാൻ ഓർക്കും നിന്റെ അടുത്തിട്ടങ്ങ് വന്നാലോ എന്ന്. എന്നാ നിനക്കങ്ങ് വരായിരുന്നില്ലേ? പോടാ, ഇവിടുന്ന് അത്രയും ദൂരമൊന്നും വരാനുള്ള പെർമിഷനില്ല. നിനക്കിവിടെ കൂട്ടുകാരൊക്കെ ആയോ? ആ, ഇവിടെ അടുത്ത് കുറച്ച് പേരുണ്ട്. അവർക്ക് കുറച്ച് സീനിയേഴ്സാ. അവർക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വരാം. എന്നാലും നമ്മുടെ കോളേജിലെ പോലെ അല്ല കേട്ടോ. അതൊക്കെ എന്ത് രസമായിരുന്നു അല്ലേടാ? അതൊരു വൈബായിരുന്നു. അതൊക്കെ നീ ഇപ്പോഴും ഓർക്കാറുണ്ടോ? പിന്നെ അതൊക്കെ എങ്ങനെയാ മറക്കുക? നിനക്ക് എന്നോട് ദേഷ്യം തോന്നാറുണ്ടോ? എന്തിന്? അതൊക്കെ അങ്ങനെ നടക്കാനുള്ളതായിരുന്നു. തീരമേ തേടിനിൻ ഒഴുകുമലയിലുതിരും പൂക്കളായി പുൽകുമീ കാറ്റിലും പ്രണയഗാനമീയൊരീണമായി മുകിലിനു കാവലായി കൂടെ വന്ന തളിരിളം കുളിരലയിൽ മാരിവില്ലിനേഴുവർണ്ണമിതളിടും മലരേ ദൂരെ വാനിൻ മേലെ പോയിടാം, താഴെ വിണ്ണിൽ ഊഞ്ഞാലാടിടാം.
മലയിലുതിരും പൂക്കളായി. നീ കാറ്റിനീളം മൊഴിയായി വാ, കാതോരം കിന്നരമായി നാം ചേരുന്നു പൂവിൻ്റെ മാറിൽ തൂകുന്നു പൂമുത്തമായി. മഞ്ഞായി വീഴും പോലെ മോഹം പെയ്യുന്നേ, മൗനം തേടും കണ്ണിൽ താരം മിന്നുന്നേ. അറിയുന്നു നീ എൻ ജീവനിലൊഴുകും തെന്നലായി. തീരമേ തേടി നിൻ ഒഴുകുമലയിലുതിരും പൂക്കളായി. പുൽകുമീ കാറ്റിലും പ്രണയഗാനവീയുരീണമായി. മുകിലിനു കാവലായി കൂടെ വന്ന തളിരിളം കുളിരലയെ, മാരിവില്ലിനേഴു വർണ്ണമിതളിടും മലരേ. ദൂരെ വാനിന്മേലെ പൂയിടാം, താഴെ വിണ്ണിൽ ഊഞ്ഞാലാടിയിടാം. ദിവ, നമുക്ക് പോകണ്ടേ?